മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായുള്ള സർക്കാർ ടൗൺഷിപ്പ് താമസയോഗ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. നിലവിൽ പൂർത്തീകരിച്ചിട്ടുള്ള 178 വീടുകൾ ഏപ്രിൽ ആദ്യവാരത്തോടെ താമസയോഗ്യമാക്കാനുള്ള പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുനരധിവാസവും അവിടെ എന്തുവരെ കാര്യങ്ങൾ എത്തിയെന്നുള്ളതൊക്കെ ചർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിൽ അവർക്ക് താമസയോഗ്യമാക്കാനുള്ള നടപടികൾ അവിടെ തുടരുന്നുണ്ട്. പക്ഷേ നേരത്തെ തന്നെ ഉദ്ഘാടനം താക്കോൽദാനമൊക്കെ കഴിഞ്ഞതാണ്. ഇനി എന്തൊക്കെ പ്രവർത്തികളാണ് അവിടെ പൂർത്തീകരിക്കാനുള്ളത്? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഒന്ന് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ തന്നെയാണ് സജീവമാകുന്നത്. നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ മാർച്ച് മാസം 1-ാം തീയതി ആയിരുന്നു മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നടത്തിയത്. 178 വീടുകളായിരുന്നു ആദ്യഘട്ടത്തിൽ കൈമാറിയത്. എന്നാൽ ഇതുപോലെ താമസയോഗ്യമായിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് എത്രയും വേഗം, അതായത് ഏപ്രിൽ ആദ്യ വാരത്തോടു കൂടി തന്നെ കുടുംബങ്ങളെ താമസിപ്പിക്കാനുള്ള ഒരു ഊർജിതമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ മാസം മാർച്ച് മാസം അവസാനത്തോടു കൂടി തന്നെ 24 വീടുകൾ താമസയോഗ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഏപ്രിൽ 5 കൂടി ഈ 76 വീടുകളും ഏപ്രിൽ 15 കൂടി പൂർണ്ണമായി, അതായത് ആദ്യഘട്ടത്തിൽ കൈമാറിയ 178 വീടുകൾ താമസയോഗ്യമാക്കാനുള്ള ഊർജിതമായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ഈ മാർച്ച് മാസം 1-ാം തീയതി ഉദ്ഘാടനം ചെയ്ത അതേ വീടുകളിലാണ്. കഴിഞ്ഞ മുഖ്യമന്ത്രി അതുപോലെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ എത്തിയ ആ ഒരു ഭാഗത്താണ് നമ്മളുള്ളത്. ഇപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു വീട്, ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വീടിൻ്റെ പണികളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ ചുറ്റുവട്ടത്തിൽ വീടിനോട് ചേർന്നുള്ള അനുബന്ധ പ്രവർത്തികൾ ആണ് അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റു ഭാഗത്ത് അതിന് തൊട്ട് പുറകിൽ മറ്റൊരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അതിവേഗം തന്നെ പുരോഗമിക്കുമ്പോഴും അതായത് പണി തീർന്ന വീടിൻ്റെ ഡ്രൈനേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഇനി പൂർത്തീകരിക്കേണ്ടുള്ളത്. ഇനി ഇത് കൃത്യമായിക്കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡേറ്റിൽ, അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരിച്ച അതേ ഡേറ്റിനുള്ളിൽ ഈ ഒരു വീട്ടിലേക്ക് ആളുകൾക്ക് താമസം മാറാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. അതെന്തായാലും നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഏപ്രിൽ 15 കൂടി തന്നെ അത് കൃത്യമായിക്കൊണ്ട് അവിടെ താമസിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് വ്യക്തത വരും. ഇതിൽ നമ്മൾ പ്രധാനമായി എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതായത് കുറച്ച് വീടുകൾക്ക് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ്, അതുപോലെ കുറച്ച് വീടുകൾക്ക് കുടിവെള്ള പദ്ധതി എന്നുള്ളത് ഓരോ വീടിനും സെപ്പറേറ്റ് അല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഒരു വീടിൽ, തൊട്ടടുത്ത വീടിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അടുത്ത വീട്ടിൽ അത് താമസയോഗ്യമാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വ്യക്തത വരേണ്ടത്. അത് ഇനിയും നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് 3-4 വീടുകളുണ്ട്. ആ വീടിൻ്റെ എല്ലാവിധ പ്രവർത്തികളും പൂർത്തീകരിച്ച് തൊട്ടപ്പുറത്തുള്ള വീട്, അതായത് ഈ 3 വീട് കഴിഞ്ഞാലുള്ള വീടിൻ്റെ ഗേറ്റ്, ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് അതിൻ്റെ മുറ്റം, അതായത് വീടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ പ്രവർത്തികൾ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം തന്നെയാണ് ടൗൺഷിപ്പിൽ പുരോഗമിക്കുന്നത്. അതുമാത്രമല്ല, ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇനി നടത്തേണ്ടതുണ്ട്. ഈ റോഡ് പൂർണ്ണമായും വാഹനങ്ങൾ വരുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളൊക്കെ തന്നെ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. പ്രധാനമായി ഈ ടൗൺഷിപ്പിലേക്ക് കയറി വരുന്ന 2 റോഡുകൾ മാത്രമാണ് ഇപ്പോൾ പൂർണ്ണമായും ടാറിങ് നടത്തിയിട്ടുള്ളത്. അത് ടൗൺഷിപ്പിനകത്തേക്ക്, അത് ഓരോ വീടിലേക്കും ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇനി പുരോഗമിക്കേണ്ടതുണ്ട്. ജിൽസി.